നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് എന്തെങ്കിലും പറയുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ, അവരുടെ മനസ്സുകൊണ്ട് നിങ്ങളോട് അവരെന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള എനർജിയാണ് നമ്മൾ നോക്കുന്നത്. പ്ലസ് അവരുടെ കറൻറ്റിലി വന്നിരിക്കുന്ന ഒരു മാറ്റം, ഈ ഒരു സമയത്ത് അവരിൽ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മാറ്റത്തെ കൂടിയാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് തന്നെ ഇത് നിങ്ങൾ ഏത് പേഴ്സണ് വേണ്ടിയിട്ടാണോ കാണുന്നത് ആ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ച് ആ പേഴ്സൻ്റെ പേരൊരു 3 പ്രാവശ്യമെങ്കിലും പറഞ്ഞ് ലൈക്ക് ചെയ്ത് എനർജിയെ കണക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുള്ളൊരു റീഡിങ്സ് ലഭിക്കാൻ വേണ്ടിയിട്ട്. ജനറൽ റീഡിങ്സ് ആണ്, ഒരുപാട് വ്യക്തികളുടെ എനർജി ഇതിലേക്ക് കണക്റ്റഡ് ആകും. അതുകൊണ്ട് നിങ്ങളുടെ പ്രസൻസ് ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾക്ക് അനുയോജ്യമായ, നിങ്ങൾക്ക് വേണ്ട ഒരു ഇൻഫർമേഷൻസ് ഡിവൈനിൽ നിന്ന് ലഭിക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ റീഡിങ്സ് കാണാൻ ശ്രമിക്കുക. കൂടാതെ തന്നെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ, നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് നിങ്ങളുടെ കാര്യത്തെക്കുറിച്ച് അറിയണമെന്ന് ആഗ്രഹമുള്ളവർ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുക്കുക, നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, എൻ്റെ എനർജി നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമുക്കപ്പോൾ റീഡിങ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ പറയാനുള്ളത്, നിങ്ങളുടെ വ്യക്തിയുടെ എനർജിയെ നിങ്ങൾ കണക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ മാനസിക പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് ഇമോഷണലി നിങ്ങൾ പെയിൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ റൈറ്റ് ഹീലിംഗ് ചെയ്ത് എഴുതി കത്തിക്കണം. അഫർമേഷൻസും എഴുതാൻ മറക്കരുത് കേട്ടോ. അഫർമേഷൻസ് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങളുടെ ബന്ധങ്ങൾക്ക്, കരിയറിന്, നിങ്ങളുടെ സ്വപ്നങ്ങൾ, ഒരു വീട് വാങ്ങണം, സ്ഥലം മേടിക്കണം, ഈ ആഗ്രഹമൊക്കെ ഉള്ളവർ ഒരു വർഷം പറഞ്ഞുകൊണ്ട്, അതായത് 2027 2026 അവസാന ഘട്ടത്തിലോ ഒക്കെ എനിക്കത് സാധ്യമായതിൽ ഞാൻ പ്രപഞ്ചശക്തിയോട് നന്ദി പറയുന്നു എന്ന് തന്നെ പറഞ്ഞു വേണം കേട്ടോ അഫർമേഷൻസും റൈറ്റ് ഹീലിങ്ങും ഒക്കെ ചെയ്യാനായിട്ട് കേട്ടോ. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് 10 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ്. അവരുടെ മനസ്സിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ മനസ്സുകൊണ്ട് അവർക്ക് കണക്റ്റ് ചെയ്യുന്ന, നിങ്ങളുടെ ബന്ധത്തെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് പോലെ ഫീൽ ചെയ്യുന്നു. എവിടെയോ മറന്നുപോയി, അല്ലെങ്കിൽ എവിടെയോ അവർക്ക് ഹാർട്ട് ടച്ചിങ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്, ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങളോട് ഈ ഒരു പേഴ്സണ് ഫീൽ ചെയ്യുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളെ അവരുടെ ഒരു കുടുംബ അംഗത്തെ പോലെ അവർക്കൊരിക്കലും മാറ്റി വയ്ക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ വ്യക്തിത്വമാണ്. നിങ്ങളെന്ന് പറയുന്ന പേഴ്സണെ വിട്ടു നിൽക്കാൻ ആ ഒരു വ്യക്തിക്ക് അസാധ്യമാണ് എന്നുകൂടി അവർക്ക് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അവരുടെ ഉള്ളിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ, നിങ്ങളെന്ന് പറയുന്ന പേഴ്സൺ ഒരു പൂർണ്ണതയുള്ളതാണ്. അതായത് നിങ്ങളിൽ അവർക്ക് യാതൊരു രീതിയിലും കുറ്റങ്ങളൊന്നും പറയാനോ അല്ലെങ്കിൽ കുറവുകളൊന്നും കാണുന്നതും ഇല്ല എന്നുള്ളൊരു എനർജിയാണ് നമുക്ക് ഫസ്റ്റ് തന്നെ നൽകിയിരിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു സെപ്പറേഷൻ ഉണ്ടാവാം. ഇപ്പോൾ ഒരു വിരഹത്തിൻ്റെ കാലഘട്ടമായിരിക്കാം, നിങ്ങൾ തമ്മിൽ നല്ല രീതിയിൽ അകലം പാലിച്ച് നിൽക്കേണ്ട സിറ്റുവേഷൻസ് ആയിരിക്കാം. അതുപോലെ തന്നെ പൊരുത്തക്കേടുകൾ ഉണ്ടാവാം. അതുപോലെ തന്നെ വിശ്വാസവഞ്ചന, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ്, അതുപോലെ തന്നെ വിശ്വാസക്കേടുകൾ സംഭവിച്ചിട്ടുണ്ടാകാം. ഒരു പക്ഷേ നിങ്ങൾ ഒരുമിച്ച് പോകുന്ന ബന്ധമാണ്, ഇപ്പോഴും നിങ്ങൾ കണക്റ്റഡ് ആണെങ്കിലും എപ്പോഴും നിങ്ങൾക്കിടയിൽ ഒരു നിരാശയും വിരഹവും, അതുപോലെ ഫൈറ്റിംഗ് മൈൻഡ്, എപ്പോഴും കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ നിങ്ങൾക്കിടയിൽ വളരെ ശക്തമാകുന്ന ഫൈറ്റിംഗ് കണക്റ്റ് ചെയ്ത് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് ഒരു ഒത്തൊരുമയില്ല, നിങ്ങൾക്കും സംതൃപ്തി തോന്നുന്നില്ല അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനിൽ, അവർക്കും നിങ്ങളോട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ ഒരു അസംതൃപ്തി ഫീൽ ചെയ്യുന്ന, ഒരു രീതിയിലും പൊരുത്തപ്പെടാൻ പറ്റാത്ത ഒരു ഇംബാലൻസിങ് എനർജിയും ഈ ഒരു റീഡിങ്സിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് റിലേഷനെ വേണമെങ്കിലും റീഡിങ്സിലേക്ക് കണക്റ്റ് ചെയ്യാൻ കേട്ടോ. അതിനകത്ത് പ്രണയബന്ധം അല്ലെങ്കിൽ അങ്ങനെയുള്ള എനർജി മാത്രമല്ല കേട്ടോ. നിങ്ങൾ കണക്റ്റ് ചെയ്യുക, നിങ്ങൾക്ക് ആരെക്കുറിച്ചാണോ റീഡിങ്സ് കാണേണ്ടത് ആ വ്യക്തിയെ തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പ്രാർത്ഥിച്ച് കാണുക. ഇതിനകത്ത് ആ പേഴ്സണെ കണക്റ്റ് ചെയ്തുള്ള ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്കുണ്ടാകും. ആ ഇൻഫർമേഷൻസ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് കണക്റ്റ് ആവും കേട്ടോ. ഒരു ഹാർട്ട് ടച്ചിങ് ഫീലിങ്സ് വരും, ഇതെനിക്കുള്ളതാണല്ലോ ഈ പറഞ്ഞതെന്ന് കേട്ടോ. അപ്പോൾ അത്രത്തോളം ശ്രദ്ധയോടും വിശ്വാസത്തോടും കൂടി നിങ്ങൾ റീഡിങ്സുകൾ, ഏത് റീഡിങ് കേട്ടാലും കേൾക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്കിവിടെ വ്യക്തമായിട്ട് പറയാൻ പറ്റുന്ന, നിങ്ങളെ അവർക്ക് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു എനർജി ആയിട്ട് തന്നെയാണ് കാണുന്നത്.
ഒരുപക്ഷെ അത് പ്രകടിപ്പിക്കുന്നില്ലായിരിക്കാം, വാക്കുകൾ കൊണ്ടോ പ്രവൃത്തിയിലോ ഒന്നും അത് കാണുന്നില്ലായിരിക്കാം. പക്ഷേ നിങ്ങളെന്ന് പറയുന്നത് അവർക്കൊരു വലിയൊരു എന്താ പറയുക, ഒരു പോയിന്റ് തന്നെയാണ്. നിങ്ങൾ അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒന്ന് തന്നെയാണ്. ഒരിക്കലും അവരത് മാറ്റി വെക്കുന്നില്ല. നിങ്ങളെ അത്രത്തോളം അവർ മനസ്സുകൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ശരിക്കും ഇതിനകത്തൊരു ഭാര്യ-ഭർത്തൃ ബന്ധത്തിൻ്റെ എനർജിയൊക്കെ കാണിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് അകലമുണ്ടെങ്കിലും അവരുടെ ഹൃദയത്തിൽ നിങ്ങളോട് അടുപ്പം തന്നെയാണ്. നിങ്ങളെ അവർ മനസ്സുകൊണ്ട് ശരിക്കും ആഴത്തിൽ തന്നെ സ്വീകരിച്ച ബന്ധമായിട്ടും കാണുന്നുണ്ട്. നിങ്ങളെ ആ വ്യക്തി അക്സെപ്റ്റ് ചെയ്തിരുന്നു. അതായത് ചുമ്മാ തമാശയ്ക്കുള്ള ഒരു നേരം പോക്കിനുള്ള ഒരു ബന്ധമേ അല്ലായിരുന്നു ഈ ഒരു റിലേഷൻ. ഇതൊരു ഉറച്ച തീരുമാനത്തോടു കൂടി തന്നെ കണക്ട് ചെയ്ത ബന്ധത്തെയാണ് കാണുന്നത്. സ്ട്രോങ് ആയ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റ് ഉള്ള റിലേഷൻ തന്നെയായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇതിനകത്ത് ബ്ലാക്ക് മാജിക് എനർജിയുടെ വളരെ ശക്തമാകുന്ന ശത്രുഭാവം കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് അതും അവർ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾക്കിടയിൽ ബന്ധത്തിൽ അല്ലെങ്കിൽ സ്വരച്ചേർച്ചയിൽ വിള്ളൽ വരുത്തുക, നിങ്ങളുടെ ബന്ധത്തിനകത്ത് ഒരകലമുണ്ടാക്കുക എന്ന രീതിയിൽ ശക്തമാകുന്ന ഒരു ശത്രുതാ ഭാവം കടന്നു വന്നിട്ടുണ്ട്. അത് വ്യക്തികളിൽ നിന്നാവാം, സമയത്തിൻ്റെതാവാം, പാസ്റ്റ് ലൈഫ് കർമ്മയെ ബേസ് ചെയ്താവാം. നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ കറൻറ്റ്ലി നേരിടുന്നു എന്ന് തന്നെ പറയാൻ പറ്റും. എത്രത്തോളം കണക്റ്റഡ് ആവാൻ ശ്രമിക്കുമ്പോഴും അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ആ വ്യക്തി വരാൻ ശ്രമിക്കുമ്പോഴും അവിടെ ഒരു ബ്ലോക്കേജ് വരുന്നു, ഒരു അസംതൃപ്തി ഫീൽ ചെയ്യുന്ന, അല്ലെങ്കിൽ വേണ്ട പിന്നെ ആവട്ടെ എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു തടസ്സം നിങ്ങളുടെ റിലേഷനിൽ വളരെ ശക്തമായിട്ട് കണക്റ്റഡ് ആകുന്നുണ്ട്. അതൊരു ഡബിൾ എനർജിയുടെ പ്രസൻസ് ആണ്. അതായത് പാടില്ലാത്ത, ഒരിക്കലും നമ്മുടെ ജീവിതത്തിലേക്ക് നല്ല ബന്ധങ്ങളിലേക്ക് കണക്റ്റ് ചെയ്ത് വരാൻ പാടില്ലാത്ത ഒരു ഡബിൾ എനർജി പ്രസൻസ്, ഒരു ഡാർക്ക് എനർജിയുടെ പ്രസൻസ് വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. അതായത് ബന്ധത്തെ എത്രത്തോളം പവിത്രമാണോ അതിൻ്റെ ഓപ്പോസിറ്റ് അവസ്ഥയിലേക്ക് മാറ്റുന്നു. അതായത് സ്നേഹത്തോടെ പോകേണ്ടവർ ശത്രുതയോടുകൂടി മാറുന്ന ഒരു സിറ്റുവേഷൻസ്, നല്ലൊരു കമ്മ്യൂണിക്കേഷനിലൂടെ കടന്നു പോകേണ്ട സന്ദർഭത്തിൽ ഫൈറ്റിംഗ് എനർജിയിലൂടെ കടന്നു പോകേണ്ട സിറ്റുവേഷൻസ്, വളരെ പവിത്രമായിട്ട് തോന്നുന്ന സ്നേഹത്തെ ഒരു അഡിക്ഷനാക്കി, അതായത് ചില അനാവശ്യമായ കാര്യങ്ങൾക്ക് ചൂസ് ചെയ്യുന്ന തരത്തിലേക്ക് മാറ്റുന്ന ഒരു സിറ്റുവേഷൻസ്, ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷനിൽ കണക്റ്റഡ് ആകുന്നത്. ഇതെല്ലാം നിങ്ങളുടെ വ്യക്തിക്ക് വളരെ ശക്തമായിട്ട് മനസ്സിലാകുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ എനർജിയിൽ കാണിച്ച് തന്നിരിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ മൂൺ എനർജിയുടെ റിവേഴ്സ് എനർജിയാണ് വന്നിരിക്കുന്നത് കേട്ടോ. തീർച്ചയായിട്ടും ഒരു ഭയം എന്ന് പറയുന്ന സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങളുടെ വ്യക്തി പുറത്തേക്ക് കടക്കുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഇതിനു മുൻപ് പാസ്റ്റ് എനർജിയിൽ നിങ്ങളുടെ റിലേഷനെ കുറിച്ച് കുറച്ച് ഭയം അല്ലെങ്കിൽ ഒരു സംശയമൊക്കെ ഈ ഒരു വ്യക്തിയിൽ ഉണ്ടായിരുന്നു. എന്താകും, എന്തെങ്കിലും ഇഷ്യൂസിലേക്ക് അല്ലെങ്കിൽ ഇത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോയി എത്തിത്തീരുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നിടത്ത് നിന്നും കറൻറ്റ്ലി അവരെ സംബന്ധിച്ച് ആ ഒരു സാഹചര്യം അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസ് അവരിൽ നിന്നും മാറി അവർക്കിപ്പോൾ ഒരു ധൈര്യം എന്ന എനർജി, അതായത് ഈ ഒരു ബന്ധം തകർന്ന് തരിപ്പണമായ സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നുവെങ്കിൽ, അതായത് ഈ ഒരു റിലേഷനിൽ നിലനിൽക്കാൻ പറ്റില്ല, ഇതിൽ നിന്ന് എത്രയും പെട്ടെന്ന് പുറത്ത് കടക്കണം, ഇത് വെറും ഒരു ട്രോമ ഫീലിങ്സ് അല്ലെങ്കിൽ ഇത് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് എത്തിച്ചേരുമെന്ന് ചിന്തിച്ച് നിങ്ങളുടെ റിലേഷൻ പൂർണ്ണമായിട്ടും തകർന്ന് അല്ലെങ്കിൽ അവസാനിപ്പിച്ച വ്യക്തികളെ സംബന്ധിച്ച് ആ ഒരു സാഹചര്യത്തിൽ നിന്നും അവർ പുറത്ത് കടന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. ആ ഒരു ഭയത്തിൽ നിന്നും അവർ തീർച്ചയായിട്ടും മാറി തുടങ്ങി. അവർക്കൊരു തീരുമാനം, അതായത് ഒരു എന്താ പറയുക, ഒരു ഉറച്ച ഒരു വിശ്വാസം അല്ലെങ്കിൽ ഒരു തീരുമാനം ഈ ഒരു റിലേഷനിൽ വരുന്നുണ്ട്. അതായത് ഒരു കോൺഫിഡൻസ് ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഭയത്തിൽ നിന്നും മാറി കോൺഫിഡൻസിലേക്ക്, ധൈര്യത്തിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് നമുക്ക് എനർജിയിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവരെ സംബന്ധിച്ച് വലിയൊരു നിരാശ നേരിടുന്നുണ്ട് കേട്ടോ. നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ, നിങ്ങളോട് അവർ കാണിച്ച ചില സാഹചര്യങ്ങൾ, അതായത് സിറ്റുവേഷൻസുകൾ, അതായത് ഈ ഒരു റിലേഷനിൽ അവരായിരിക്കാം എഫോർട്ട് എടുത്തത്. ഫസ്റ്റ് ടൈം ഈ ഒരു റിലേഷനെ ആ ഒരു അവസ്ഥയിലേക്ക്, അതായത് വളരെയധികം ആഴത്തിലുള്ളൊരു എനർജിയിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചത് ഈ ഒരു പേഴ്സൺ ആയിരിക്കാം. അവിടെ നിന്നും നിങ്ങളെ റിജക്റ്റ് ചെയ്തത്, നിങ്ങളോട് നോ പറഞ്ഞതും അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ അകലമുണ്ടാക്കിയതും ഈ ഒരു വ്യക്തി തന്നെ ആയിരിക്കാം കേട്ടോ. അത് വളരെ സ്ട്രോങ് ആയിട്ട് കാണിച്ചു തരുന്നുണ്ട്. അതിലവർക്കിപ്പോൾ ശക്തമാകുന്ന കുറ്റബോധമുണ്ട്. അതായത് ഈ ഒരു റിലേഷനിൽ അവർ തുടങ്ങി വെച്ച ആ ഒരു ആത്മവിശ്വാസം
നിങ്ങളുടെ ഒരു പക്ഷേ പൊസസീവ്നെസ്, നിങ്ങൾ ഈ ബന്ധത്തിനോട് കാണിക്കുന്ന അമിതമാകുന്ന അഡിക്ഷൻ്റെ ഫലമായിട്ടാവാം അവർ ഈ റിലേഷനിൽ ഒരു റിജക്ഷൻ ഫീലിങ്സ്, അതായത് താല്പര്യക്കുറവ് കാണിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൽ അവർക്ക് വളരെ ദുഃഖം, നിരാശ തോന്നുന്നുണ്ട്. അവരത് 100 വട്ടം പറയാൻ സാധിക്കുന്നുണ്ട്. അവർ പാസ്റ്റിൽ ഭയന്ന ആ സിറ്റുവേഷൻസിൽ നിന്ന് അവരിപ്പോൾ ഒരു കോൺഫിഡൻസിലേക്ക് വന്നപ്പം, അവരൊരു മാറ്റത്തിലേക്ക് വന്നപ്പം കറൻറ്റിലി അവരെ സംബന്ധിച്ച് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ ഇപ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നു. അതായത് നിങ്ങളോട് കാണിച്ച റിജക്ഷൻ, നിങ്ങളെ അവർ അവഹേളിച്ചതൊക്കെ ഓർക്കുമ്പം അവർക്ക് ഭയങ്കര പശ്ചാത്താപവും കുറ്റബോധവും തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ ഒരു കംഫർട്ട് സോണിൽ നിർത്തിക്കൊണ്ട്, നിങ്ങളെ ബാലൻസ് ചെയ്തുകൊണ്ട് അവർ തേർഡ് പാർട്ടി പ്രസൻസും ക്രിയേറ്റ് ചെയ്തിരുന്നു കേട്ടോ. ഒരു പക്ഷേ പാസ്റ്റിലുള്ളൊരു വ്യക്തിയാവാം, അതല്ലെങ്കിൽ അവരുടെ ഒരു ആഗ്രഹം, അവർക്ക് പെട്ടെന്ന് അട്രാക്ഷൻ തോന്നി, അവരുടെ മനസ്സിൽ കിടന്ന ഒരു ആഗ്രഹ സാഫല്യം പോലെയാവാം ഒരു തേർഡ് പാർട്ടി പ്രസൻസ് നിങ്ങളുടെ ഇടയിൽ കണക്ട് ചെയ്ത് വന്നിരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു എനർജിയും അവരിപ്പം വളരെയധികം കുറ്റബോധം അനുഭവിക്കുന്നു. അവരുടെ തെറ്റുകൾ അവർക്ക് മനസ്സിലായിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. അവർ ശരിക്കും തെറ്റുകൾ തിരുത്തണമെന്ന്, അല്ലെങ്കിൽ അവരുടെ തെറ്റുകളെ അവർ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അതായത് നിങ്ങളോട് ചെയ്തതെല്ലാം വളരെ മോശമായിരുന്നു എന്നും നിങ്ങളോട് പാടില്ലാത്ത പല രീതിയിൽ അവർ ഈ ഒരു ബന്ധത്തെ കൊണ്ടു ചെന്ന് എത്തിച്ചിരുന്നു എന്നും അവരുടേതാകുന്ന റെസ്പോൺസിബിലിറ്റിയിൽ നിന്നും അവർ വളരെയധികം അകലം പാലിച്ച് നിന്നിരുന്നു എന്നുള്ളതെല്ലാം അവരിപ്പം മനസ്സിലാക്കുന്നുണ്ട്. കൂടാതെ തന്നെ അവരെ സംബന്ധിച്ച് നമുക്ക് നോക്കുമ്പം വല്ലാത്ത ഒരു ഡിപ്രഷൻ, അൻസൈറ്റി പോലുള്ള ഉത്കണ്ഠ എനർജിയിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത്. കാരണം അവർ പശ്ചാത്തപിക്കപ്പെടുന്നു തന്നെ നമുക്ക് പറയാൻ പറ്റും കേട്ടോ. ഇപ്പോഴത്തെ കറൻറ്റ് സിറ്റുവേഷൻസിൽ അവരിപ്പം ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. അവരുടെ ലൈഫിൽ ഒന്നുമില്ല, ഒരു ശൂന്യതയാണ് എന്ന് പറയാനും അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവരൊരു ഹാപ്പി ഫാമിലി ആഗ്രഹിക്കുന്നു. അവർക്കൊരു സക്സസ്, ഒരു സന്തോഷം, ഒരു സൺറൈസിങ് എനർജി വേണമെന്ന് അവർ കറൻറ്റ്ലി ചിന്തിക്കുന്നു അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും ഇവരുടെ മനസ്സിനകത്ത് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അവരുടെ സാഹചര്യങ്ങൾ, അവർക്ക് പറ്റിയ തെറ്റുകൾ, അവരെടുക്കേണ്ടിയിരുന്ന റെസ്പോൺസിബിലിറ്റി, അതുപോലെ തന്നെ അവരുടേതാകുന്ന ഒരു ആത്മാർത്ഥമാകുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ, ഇതൊന്നും അവരിതിനകത്ത് കണക്റ്റഡ് ആക്കാതെ പോയതും അതെല്ലാം തെറ്റായിരുന്നു എന്നുള്ളതും അവർ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു പക്ഷേ നൽകിയ പ്രതീക്ഷ പോലും അവർക്കിപ്പോൾ കുറ്റബോധം പോലെ, അതായത് അതും തെറ്റായിരുന്നു, അല്ലെങ്കിൽ അതിനകത്ത് പൂർണ്ണമായും ഒരു ആത്മാർത്ഥത ഉണ്ടായിരിക്കണമായിരുന്നു എന്നുള്ളതും അവർ മനസ്സിലാക്കുന്നുണ്ട്. ശരിക്കും അവർ ഹാർട്ട് ബ്രോക്കൺ എനർജിയിലാണ് കേട്ടോ. അവരുടെ ജീവിതത്തിൽ ഒരു സ്തംഭന അവസ്ഥയാണ്. അവരുടെ മുന്നിലേക്ക് വരുന്ന ഒരു കാര്യങ്ങളും തന്നെ അവർക്ക് വേണ്ട എന്നവർ ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് അവർ മാറുന്നതായിട്ട് കാണുന്നത്. അവരുടെ ജീവിതത്തിൽ അവർക്ക് എല്ലാത്തിനോടും ഒരു വെറുപ്പും വിദ്വേഷവും മടുപ്പും ഒക്കെ ഫീൽ ചെയ്യുന്ന ഒരവസ്ഥ. അതായത് അവരുടെ മനസ്സിൽ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, നിങ്ങളോട് സംസാരിക്കണം. അതായത് ഒരു ജസ്റ്റിസ് എനർജിയുടെ ഫീലിങ്സ്, ന്യായമായിട്ട് നീതിപൂർവം കാര്യങ്ങളെ കാണണമെന്നും അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. മാത്രമല്ല അവർ വല്ലാതെ വേദനിക്കുന്ന ഒരു സിറ്റുവേഷൻസാണ്. ഇമോഷണൽ കൺട്രോളിങ് എനർജിയിലാണ് അവർ നിൽക്കുന്നത്. ശരിക്കും അവർ പ്രാർത്ഥിക്കുന്നു, അവർ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്നു, നല്ല രീതിയിൽ അവർ മാനിഫെസ്റ്റിംഗ് ചെയ്യുന്നു, മെഡിറ്റേഷൻ ചെയ്യുന്നു. അവരുടെ മനസ്സിനെ അവർ കൺട്രോൾ ചെയ്യാൻ, ഹീലാക്കാനുള്ള പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. കാരണം കുറ്റബോധം അവരെ പിടികൂടിയിരിക്കുന്നു. അവർക്കത് കാലം കണക്ക് ചോദിക്കുന്നു, അല്ലെങ്കിൽ കാലം അവർക്ക് വ്യക്തമാക്കി കാര്യങ്ങളെ കൊടുക്കുന്നു. അവരുടെ ഇപ്പോഴത്തെ ഒരു സമയമെന്ന് പറയുന്നത് തിരിച്ചറിവിൻ്റെയും തെറ്റുകൾ മനസ്സിലാക്കേണ്ടതിൻ്റെയും മറ്റൊരാളോട് ചെയ്ത ആ ഒരു കുറ്റബോധത്തിൻ്റെയും ഒക്കെ ഒരു ടൈമിംഗ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒരു ജഡ്ജ്മെൻറ്റിങ് എനർജി അവിടെ വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു ആക്ഷൻ എടുക്കപ്പെടും. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾക്കതൊരു ഗൈഡൻസ് നൽകുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്ക് ശക്തമാകുന്ന ചില ഇൻഫർമേഷൻസുകൾ നൽകുന്നു. നിങ്ങൾക്ക് ചുറ്റും ചില സൈനുകൾ കാണാൻ സാധിക്കുന്നുണ്ടാവാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മനസ്സുകൊണ്ട് എന്തോ ഒരു കാര്യം ഉടനെ സംഭവിക്കുന്നു എന്നുള്ളൊരു ഫീലിങ്സ് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവാം. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ജഡ്ജ്മെൻറ്റിങ്ങിൻ്റെ സമയമാണ്. അതിനു വേണ്ടിയിട്ട് അവർ ആക്ഷൻ എടുക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഒരുമിച്ച് മുന്നോട്ടേക്ക് പോകേണ്ട വ്യക്തികൾക്ക്, ഒരുമിച്ച് ഇനി ലോങ് ടൈം സക്സസ് പോലെ ഒരുമിച്ച് മുന്നോട്ടേക്ക് ജീവിതയാത്ര ചെയ്യേണ്ട വ്യക്തികൾക്ക്, അതായത്
ഫാമിലി എനർജി ആയിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻസ് ഒരുങ്ങാൻ പോകുന്ന ആ ഒരു സിറ്റുവേഷൻസ് ക്ലാരിറ്റി വരാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇംബാലൻസിങ്, ഒരു പൊരുത്തക്കുറവുകളുള്ളവർ, എന്ത് ചെയ്തിട്ടും മറ്റുള്ളവരുടെ പ്രേരണയിലോ മറ്റുള്ളവരുടെ ഇടപെടലിലോ സ്റ്റക്കായിട്ട് നിൽക്കുന്ന റിലേഷനിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പൊരുത്തക്കേടുകളുള്ള ബന്ധങ്ങളിൽ പൊരുത്തക്കേടുകൾ മാറ്റി ഏറ്റവും പോസിറ്റീവായ ഒരു എനർജിയിലേക്ക് മാറുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. എന്താണേലും അവരിൽ വരുന്ന മാറ്റമെന്ന് പറയുന്നത് മറ്റുള്ളവരുടെ വാക്കുകൾക്കുള്ളിൽ, അതായത് എനിക്ക് തോന്നുന്നു ഇതിനകത്ത് നിങ്ങൾക്കിടയിൽ ഈ സിംഗിൾ എനർജിയിലുള്ളവർക്കും അല്ലാത്ത എക്സ്ട്രാ മാരിറ്റൽ അഫെയറിലൊക്കെ പെട്ടവരെ സംബന്ധിച്ച് കണക്ട് ചെയ്യുമ്പം നിങ്ങൾക്കിടയിൽ ഒരു ഇംബാലൻസിങ് എനർജി, ഒരു പൊരുത്തക്കെ കുറവ്, അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ, വേണോ വേണ്ടയോ, അല്ലെങ്കിൽ ഒരു അവരെ സംബന്ധിച്ച് അവർക്ക് വല്ലാതെ ഒരു ഇൻഡിസിഷൻ എനർജി ഉണ്ടായിരുന്നു. അതിന് കാരണം മറ്റാരുടെയൊക്കെയോ ഇടപെടലുകൾ, മറ്റാരുടെയോ കൺട്രോളിങ് അവരുടെ ലൈഫിലേക്ക് വന്നു എന്നുള്ളതാണ് കാണുന്നത്. ഒരു പക്ഷേ ഒരു വിഡോ എനർജിയിലോ ഓൾഡ് ലേഡി പ്രസൻസ് ഉള്ള വ്യക്തിയോ മദർ എനർജിയെ കണക്ട് ചെയ്യുന്ന വ്യക്തികളുടെ, അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും കമ്മ്യൂണിക്കേറ്റഡ് ആയിട്ട് പോകുന്ന, അവർക്ക് കേൾക്കേണ്ടി വരുന്ന ചില വ്യക്തികളുടെ പ്രസൻസ് വന്നിരുന്നു. ആ ഒരു ഇൻഡിസിഷൻ എനർജി, കൺഫ്യൂഷൻ വരുത്തിയ സിറ്റുവേഷൻസൊക്കെ അവരുടെ ലൈഫിൽ അവർ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അതായത് അവരുടെ മിസ്റ്റേക്കോ നിങ്ങളുടെ മിസ്റ്റേക്കോ അല്ല, പുറമേയുള്ള മറ്റാളുകളുടെ ഇൻവോൾവ് തന്നെയാണ് ബന്ധത്തിനകത്ത് പ്രോബ്ലംസുകൾ ഉണ്ടായത് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടതെന്നുള്ളത് അവർ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അവരിലേക്ക് വരുന്നൊരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ നിങ്ങളെ ഫോക്കസ് ചെയ്യാതെ ഈഗോ എനർജിയിൽ നിന്നവർ, അതായത് റിലേഷനിൽ അവർക്ക് വൈകാരികമാകുന്ന ആ ഒരു എനർജി പോയിട്ട് അവരതിനെ വളരെയധികം ശക്തമായിട്ട്, അതായത് ഒരു എന്താ പറയുക, ഒരു ഇൻറ്റ്യൂഷന്, അവരുടെ ആ ഒരു ബുദ്ധിപൂർവ്വം അവർ കൂടുതൽ ഗൗരവത്തോടു കൂടി റിലേഷനെ കണ്ടു. അതായത് ബന്ധത്തിന് പ്രാധാന്യം ഇമോഷണലി കൊടുക്കാതെ ഇൻ്റലക്ച്വൽ എനർജിയിലേക്ക് മാറ്റിയിരുന്നു. അതായത് അവരുടെ ഈഗോ, അവരുടെ തീരുമാനങ്ങൾ, അവർ ചെയ്യുന്നതാണ് ശരിയെന്നുള്ളൊരു ഭാവമൊക്കെ അവരിൽ ഉണ്ടായിരുന്നു. പക്ഷേ ആ സിറ്റുവേഷൻസ് ഇപ്പോൾ വളരെ ശക്തമായിട്ട് മാറി നിങ്ങളെ ഫോക്കസ് ചെയ്യുക, നിങ്ങളോടൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്, ഒരു അട്രാക്ഷൻ, നിങ്ങളില്ലാതെ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസൻസിന് അവർ വാല്യൂ കൽപ്പിക്കുന്നു, നിങ്ങളോടൊരു ആഗ്രഹം, അട്രാക്ഷനൊക്കെ ഫീൽ ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ച് അവർക്ക് ശക്തമാകുന്ന ഒരു റെസ്പെക്റ്റ്, നിങ്ങൾ വാല്യൂ കൽപ്പിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളൊരു വാല്യുബിളായ പേഴ്സൺ ആണ് എന്നുള്ളൊരു ചിന്തയിലേക്ക് അവർ മാറുന്നുണ്ട്. ശരിക്കും നിങ്ങൾ അവരെ വളരെ ശക്തമായിട്ട് ചേർത്ത് നിർത്തിയിരുന്നു, ഫോക്കസ് ചെയ്തിരുന്നു. നിങ്ങളുടെ ഒരു ലോകമെന്ന് പറയുന്നത് അവരായിരുന്നു എന്നുള്ളതൊക്കെ അവർക്കിപ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് നിങ്ങളോടിപ്പം ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്, ആഗ്രഹം തോന്നുന്നു. നിങ്ങളെന്ന് പറയുന്ന വ്യക്തി വേണം ജീവിതത്തിലേക്ക്. നൈസ് ഓഫ് കപ്സിൻ്റെ എനർജി വന്നിരിക്കുന്നത്. അൺകണ്ടീഷണലായിട്ട് ഇപ്പം നിങ്ങളെ സ്നേഹിക്കാൻ തോന്നുന്നു അവർക്ക്, അല്ലെങ്കിൽ സ്നേഹം തോന്നുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഡെത്ത് ആൻഡ് റീബർത്ത് എനർജിയാണ്. അവസാനിച്ചെടുത്ത് നിന്നും വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം, ഈ ഒരു ബന്ധം വീണ്ടും തുടങ്ങി വെക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അതായത് ഒരു ന്യൂ ബിഗിനിങ് എനർജിയിലേക്കാണ് അവരുടെ ചിന്തകൾ മാറിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അതിനപ്പുറത്തേക്ക് നോക്കുമ്പോൾ നിങ്ങളോടൊരു പാഷൻ ഫീൽ ചെയ്യുന്നു. അവർ മറ്റെവിടെയോ ഒരു അട്രാക്ഷൻ തോന്നി ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്തിരുന്നെങ്കിൽ പോലും ഇപ്പം തിരിച്ച് നിങ്ങളിലേക്ക്, അതായത് അങ്ങനെയുള്ള ആ സിറ്റുവേഷൻസുകളെ അവസാനിപ്പിച്ച് നിങ്ങൾക്കും അവർക്കും ഇടയിൽ തടസ്സമായിട്ട് നിന്നിരുന്ന എല്ലാ സാഹചര്യങ്ങളെയും അവസാനിപ്പിച്ച് പൂർണ്ണമായിട്ടും ക്ലിയർ ചെയ്ത് നിങ്ങളിലേക്ക് വരണം എന്ന് തന്നെയാണ്. അതായത് ഒരു റീയൂണിയൻ എനർജി, ഒരു സെക്കൻഡ് ചാൻസ് എനർജി, സക്സസ്. അതായത് ഒരു എന്താ പറയുക, ഒരിക്കൽ നിങ്ങളെ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ഇമോഷൻസിനെ അവസാനിപ്പിച്ച് അവോയ്ഡ് ചെയ്ത് നിങ്ങളുടെ സ്നേഹത്തെ തട്ടി മാറ്റി കടന്നു പോയൊരു പേഴ്സൺ ആണ് എങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു എനർജിയിൽ നിങ്ങളുടെ സ്നേഹത്തിന് വാല്യൂ കൽപ്പിക്കാതെ, നിങ്ങൾക്കൊരു വാല്യൂ കൽപ്പിക്കാതെ നിന്ന വ്യക്തിയാണ് എങ്കിൽ തിരിച്ച് നിങ്ങളിലേക്കൊരു ബ്ലെസ്സിങ്സ് പോലെ, അതായത് നിങ്ങളാണ് ശരിയെന്ന് മനസ്സിലാക്കി തിരിച്ചു വരുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. ഒരു പക്ഷേ നിങ്ങളെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ മുതലെടുത്ത് ചീറ്റിംഗ് ചെയ്ത പേഴ്സൺ ആണെങ്കിൽ പോലും ഇപ്പം നിങ്ങൾ അവരുടെ മനസ്സിലും അവരുടെ ജീവിതത്തിലും അവർ കണ്ടിരിക്കുന്ന മറ്റു വ്യക്തിബന്ധങ്ങളെയൊക്കെ വെച്ച് നോക്കുമ്പം ഒരു ബ്ലെസ്സിങ്സ് റിലേഷനായിട്ട് ഇതാണ് ഏറ്റവും നല്ലൊരു ബന്ധമെന്നുള്ളത്. നിങ്ങളായിരുന്നു ഏറ്റവും
ശക്തമായിട്ട് ചേർത്ത് നിർത്താൻ പറ്റുന്ന, അവരുടെ നന്മ ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ അവരെ പ്രൊട്ടക്റ്റ് ചെയ്തിരുന്ന വ്യക്തി നിങ്ങളായിരുന്നു എന്നത് അവരിപ്പോൾ കറൻറ്റ്ലി മനസ്സിലാക്കുന്നതായിട്ടാണ് നമുക്ക് എനർജിയിൽ കിട്ടിയിരിക്കുന്നത്. ശരിക്കും പറയാൻ ആഗ്രഹിക്കുന്നതും അവരിൽ വന്നിരിക്കുന്ന മാറ്റവുമെല്ലാം നിങ്ങളെ അവർ പൂർണ്ണമായും അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു, അംഗീകരിച്ചിരിക്കുന്നു, മനസ്സിലാക്കിയിരിക്കുന്നു എന്നത് തന്നെയാണ് കേട്ടോ.